ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടനാഴിയിലൂടെ അലീനയോടൊപ്പം നടക്കുമ്പോൾ സ്റ്റാൻലി പിറുപിറുത്തു. ഇതാണ് ഞാൻ പറഞ്ഞത്, പുനലൂർ കിടന്ന കുരിശിനെ എടുത്ത് ഇങ്ങോട്ട് ചുമക്കണ്ടായിരുന്നുവെന്ന്. പപ്പ, അങ്ങനെ ഒരിക്കലും പറയല്ലേ, അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. അച്ഛൻ ഇവിടെ വന്ന് പപ്പയുടെ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെയും പപ്പ എവിടെയോ കിടന്ന കുരിശായിട്ടാണോ കണ്ടത്? ആയിരിക്കും അല്ലേ? സ്റ്റാൻലിക്ക് വാക്കുകൾ മുട്ടിപ്പോയി. സത്യം അതായിരുന്നുവല്ലോ എന്ന് അയാൾ ഓർത്തു. കുറച്ച് പണം കൊടുത്തോ മറ്റോ ഒഴിവാക്കാനുള്ള ആഗ്രഹം ബാലചന്ദ്രമേനോന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. സ്റ്റാൻലിയും ചെന്ന് വാതിൽ മുട്ടി വിളിച്ചു. കുറച്ച് ശക്തിയായി ഇടിച്ചിട്ടും അകത്തുനിന്ന് ചലനമൊന്നും ഉണ്ടായില്ല. സ്റ്റാൻലി ഒരു ഉഗ്രശാസനം പുറപ്പെടുവിച്ചു നോക്കി. അതിനും ഫലമുണ്ടായില്ല. എന്തെങ്കിലും കുഴപ്പമാണോ വല്യപ്പച്ച? പുനലൂര് വെച്ച് ഇങ്ങനെ ചെയ്യാറുണ്ടോ? അലീന പരിഭ്രമത്തോട് ചോദിച്ചു. ആദ്യമൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു, പിന്നെ ഞങ്ങൾ അകത്ത് പൂട്ടെടുത്ത് കളഞ്ഞു, അവധക്കുട്ടിച്ചായൻ പറഞ്ഞു. സ്റ്റാൻലി പുറത്തിറങ്ങി ജനാലയ്ക്കൽ ചെന്നു. വിൻഡോ കർട്ടൻ ഉള്ളതിനാൽ അകത്തെ കാഴ്ചയൊന്നും കാണാൻ വയ്യ. ജനല് പൊട്ടിച്ചു നോക്കാം, എന്തെങ്കിലും ഒന്ന് എടുത്തതാ, സ്റ്റാൻലി അലീനയോട് പറഞ്ഞു. അവൾ പരിസരത്ത് കിടത്തിരിഞ്ഞ് ഒരു കരിങ്കൽ കഷ്ണം തപ്പിയെടുത്ത് സ്റ്റാൻലിയുടെ കയ്യിൽ കൊടുത്തു. ജനലച്ചില്ല് ഇടിച്ചു പൊട്ടിച്ച് കൂർത്തു നിന്ന ചില്ലുകൾ കല്ലുകൊണ്ട് തന്നെ തട്ടി അടർത്തി കളഞ്ഞു. ശേഷം അകത്തേക്ക് കൈയിട്ട് ജാലകവിരി വകഞ്ഞു മാറ്റി. മുറിയിൽ വെളിച്ചമുണ്ട്. ഷെറിൻ കട്ടിലിൽ ചമ്രം പടഞ്ഞിരിപ്പുണ്ട്. കണ്ണ് രണ്ടും അടച്ചു പിടിച്ചിരിക്കുകയാണ്. സ്റ്റാൻലി കുറെ വിളിച്ചു നോക്കി. അവധക്കുട്ടിച്ചായനും അലീനയും വിളിച്ചു. ഷെറിൻ ഇരുന്നിടത്ത് നിന്നും അനങ്ങിയില്ല. സ്റ്റാൻലി കർക്കശ സ്വരത്തിൽ ആജ്ഞാപിച്ചിട്ടും ഫലമുണ്ടായില്ല. ഷെറിന് കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ അലീനയ്ക്ക് ആശ്വാസമായി. അവർ സ്റ്റാൻലിയെയും അവധക്കുട്ടിച്ചായനെയും സമാധാനിപ്പിച്ച് പറഞ്ഞയക്കാൻ ശ്രമിച്ചു. ഇനി ഞാൻ നോക്കിക്കോളാം പപ്പ. അവൾ വാതിൽ തുറക്കാതെ നീ എങ്ങനെ മുറിക്കുള്ളിൽ കയറും? സ്റ്റാൻലി ചോദിച്ചു. ഞാൻ തുറപ്പിച്ചോളാം. അവൾ തുറക്കില്ല. അനങ്ങാപ്പാറ പോലെ ഇരിക്കുന്നത് കണ്ടില്ലേ? അവധക്കുട്ടിച്ചായൻ പറഞ്ഞു. വല്യപ്പച്ചൻ പോയി കിടന്നോ? നീ ഇവിടെ ഒറ്റയ്ക്ക് പുറത്തു നിൽക്കുമ്പോഴോ? സാരമില്ല, എനിക്ക് പേടിയൊന്നുമില്ല. അലീന സ്റ്റാൻലിയെയും അവധക്കുട്ടിച്ചായനെയും നിർബന്ധിച്ച് ഉറങ്ങാൻ അയച്ചു. എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം അലീന ഷെറിനെ വിളിച്ചു. റാണി ആൻറ്റി, ആ വാതിലൊന്ന് തുറക്കുവോ? അകത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. അലീന അല്പനേരം കാത്തു. എല്ലാവരും പോയി റാണി ആൻറ്റി, ഇപ്പം നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. വാതിലൊന്ന് തുറക്കോ? അലീന കെഞ്ചി. അതിനും ഉത്തരമില്ല. റാണി ആൻറ്റിയുടെ മോളെ പോലെയല്ലേ ഞാനും? എത്രയോ വർഷം ഓർഫനേജിൽ കിടന്ന് വളർന്നവളാ. എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് കഷ്ടമല്ലേ? ഇത്തവണ ഷെറിൻ തലതിരിച്ച് ജനാലയുടെ നേർക്ക് നോക്കി. വാതിലിൽ തുറന്നെങ്കിൽ ഞാൻ പിണങ്ങും. ഞാൻ പിണങ്ങിയ റാണി ആൻറ്റിയുടെ മോളെ എങ്ങനെ കണ്ടുപിടിക്കും? ആര് സഹായിക്കും? എനിക്കല്ലേ എല്ലാ രഹസ്യവും അറിയൂ. ഷെറിൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. കുറെ തവണ അലീന കെഞ്ചിക്കഴിഞ്ഞപ്പോൾ ഷെറിൻ എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നിട്ടു. അലീന വീടിനുള്ളിൽ കയറി. ആൻ്റപ്പൻ കയറി ഡോറിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഷെറിൻ മുറി തുറന്നുവെന്ന് അവധക്കുട്ടിച്ചായനോടും സ്റ്റാൻലിയോടും പറയാൻ അയാളെ ഏൽപ്പിച്ചിട്ട് അലീന മുറിയിലേക്ക് പോയി. ഷെറിൻ കട്ടിലിൽ ഇരിപ്പുണ്ടായിരുന്നു. അലീന വാതിൽ അടച്ച് അവളുടെ അരികെ ചെന്നിരുന്നു. ലൈറ്റ് അണയ്ക്കട്ടെ? അലീന ബെഡ് സ്വിച്ചിലേക്ക് കൈനീട്ടി. വേണ്ട. അതെന്താ? നമുക്ക് ഉറങ്ങണ്ടേ? ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് ലൈറ്റ് അണച്ചോ? അലീന സമ്മതിച്ചു. അവൾ ആദ്യം ഷെറിനെ പിടിച്ചു കിടത്തി. അലീന അവളോട് ചേർന്ന് കിടന്നു. വലത് കരം കൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. എന്തിനാ വാതിലടച്ചത്? അലീന ചോദിച്ചു. എനിക്കറിയില്ല. റാണി ആൻറ്റിക്ക് അറിയാം. എന്നോട് പറയ്. ഷെറിൻ ദീർഘശ്വാസം എടുത്തു. എന്നും അവരെന്നെ അകത്തു പൂട്ടിയിടും. ഇന്നത് ഞാൻ എല്ലാവരെയും പുറത്തു പൂട്ടിയിട്ടു. എൻ്റെ കാര്യം ഓർത്തില്ലായിരുന്നു. ഓർത്തു, എന്നാലും പൂട്ടണമെന്ന് തോന്നി. ഞാൻ ശത്രുവല്ലല്ലോ, സഹായിക്കുന്നയാളല്ലേ. അതുകൊണ്ടാണ് ഞാൻ വാതിൽ തുറന്നത്. ഒരു ദിവസം ഞാൻ എല്ലാവരെയും വിളിയിലാക്കി വാതിലടയ്ക്കും, പിന്നെ ഒരിക്കലും തുറക്കില്ല. ആൻറ്റിയുടെ മോൾ വന്ന് വിളിക്കുമ്പോഴോ? അതിനുത്തരമുണ്ടായില്ല. നമുക്ക് വാതിലൊന്നും അടച്ചിടണ്ട, എല്ലാ വാതിലും തുറന്നിട്ടാൽ മതി. അലീന അവളുടെ ശിരസിൽ പതിയെ തലോടിക്കൊണ്ട് കിടന്നു. ഷെറിൻ ശാന്തമായി ഉറങ്ങി. പിറ്റേന്ന് രാവിലെ അലീന ഉണർന്നപ്പോൾ ഷെറിൻ അവളോടൊപ്പം ഉണർന്നു. അലീന അവളെ കിച്ചണിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പൗലോസ് എത്തിച്ചേർന്നുവെങ്കിലും കിച്ചണിലെ ഉത്തരവാദിത്തം അലീന പൂർണ്ണമായി അയാൾക്ക് വിട്ടുകൊടുത്തിരുന്നില്ല. എല്ലായിടത്തും അവളുടെ കണ്ണും കൈയും എത്തിയിരുന്നു. അലീന ഷെറിനെയും കൂട്ടി ജോലികളിൽ സഹകരിപ്പിച്ചു. എല്ലായ്പ്പോഴും അവളെ കൂടെ നിർത്തി. സന്ധ്യാനേരങ്ങളിൽ അവളെയും കൂട്ടി പ്രാക്കൂടിനടുത്തുള്ള പുൽത്തകടിയിൽ പോയിരുന്നു. സംസാരിച്ചു. വീടിന് താഴെ കുന്നും ചെരുവുകളും പുഴയോരങ്ങളും വയലുകളും അവളെ കൂട്ടിക്കൊണ്ടുപോയി. ഒരു ദിവസം തോട്ടത്തിലും അവർ ഒന്നിച്ചുപോയി. ഷെറിന് നായ്ക്കളെ ഭയമായിരുന്നു. തൻ്റെ കുഞ്ഞിനെ ഒരിക്കലും ഇവിടേക്ക് കൊണ്ടുവരരുതെന്ന് അവൾ അലീനയോട് പറഞ്ഞു. നായ്ക്കളെ കണ്ടാൽ അവൾ പേടിച്ച് നിലവിളിക്കും. നായ്ക്കൾ കുട്ടികളെ കടിച്ചു കീറും. അതൊരു അബദ്ധധാരണയാണെന്ന് അലീന ആവർത്തിച്ചു പറഞ്ഞു. നായ്ക്കൾ കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്കരും സ്നേഹമുള്ളവരുമാണെന്ന് അവൾ അവരെ ബോധ്യപ്പെടുത്തി. നായ്ക്കളെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഷെറിന് മരുന്ന് കൊടുക്കേണ്ട സമയക്രമമെല്ലാം അലീന കൃത്യമായി പാലിച്ചിരുന്നു. അവളുടെ സവിശേഷമായ ശ്രദ്ധയും പരിചരണവും വാത്സല്യവും സ്നേഹപൂർണ്ണമായ പെരുമാറ്റവും ഷെറിൻ്റെ
മാനസിക നിലയിൽ വലിയ സ്വാധീനം ചെലുത്തി. ആദുക്കുട്ടിച്ചാൽ മുന്നറിയിപ്പ് നൽകിയിരുന്ന ഇളക്കത്തിൻ്റെ ലക്ഷണങ്ങൾ 2-3 തവണ മാത്രമേ ഷെറിൻ്റെ പെരുമാറ്റത്തിൽ പ്രകടമായി കണ്ടുള്ളൂ. ഒരു ദിവസം മുഴുവൻ അവൾ മറ്റൊരു മുറിയിൽ കയറി വാതിലടച്ചിരുന്നു. മറ്റൊരു രാത്രിയിൽ അവൾ അലീന അറിയാതെ മുറിവിട്ട് ഇറങ്ങിപ്പോയി. പടിഞ്ഞാറേ വരാന്തയിൽ തട്ടിക്കൊണ്ട് മറച്ച ഭാഗത്ത് കിടന്നുറങ്ങി. ഡ്രൈവർ ബൈജു എന്തോ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നപ്പോൾ മുടി അഴിച്ചിട്ട് വെള്ള കുപ്പായം ധരിച്ച ഒരു യക്ഷി വാതിലിലൂടെ നടന്നു നീങ്ങുന്നത് കണ്ടു. നായ് ഓരിയിടുന്നത് പോലെ നിലവിളി കേട്ട് ആൻ്റപ്പനും രാജപ്പനും പൗലോസും ഉറക്കം ഞെട്ടി എഴുന്നേറ്റ് വന്നു. നീണ്ട വരാന്തയിലൂടെ നേർക്ക് കൈ ചൂണ്ടി എന്തോ പറയാൻ ശ്രമിച്ചുവെങ്കിലും ബൈജുവിന് ശബ്ദം കിട്ടിയില്ല. ആൻ്റപ്പനും രാജപ്പനും അവർ കൈ ചൂണ്ടിയ ഭാഗങ്ങളിലെല്ലാം ലൈറ്റിട്ട് നോക്കിയെങ്കിലും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഒച്ചയും ബഹളവും കേട്ട് അലീനയും ആദുക്കുട്ടിച്ചായനും ഉണർന്നു. അലീന നോക്കിയപ്പോൾ റൂമിൽ ഷെറിനില്ല. അവൾ മുറിവിട്ടിറങ്ങി ആദുക്കുട്ടിച്ചായൻ്റെ സമീപത്തെത്തി. അയാൾ ആൻ്റപ്പനോട് ബഹളത്തിൻ്റെ കാരണം ചോദിക്കുകയായിരുന്നു. അവൾ ആദുക്കുട്ടിച്ചായനെ വിളിച്ചു മാറ്റി നിർത്തി ഷെറിൻ മുറിയിലില്ല എന്നറിയിച്ചു. അവർ രണ്ടുപേരും കൂടി വീടിൻ്റെ മറ്റു മുറികളിലും കോറിഡോറിലുമെല്ലാം തെരച്ചിൽ നടത്തി. ബൈജു ഒരു യക്ഷിയെ കണ്ടു പേടിച്ച് വിവരമറിഞ്ഞപ്പോൾ അത് ഷെറിൻ തന്നെയാണെന്ന് ഇളം മഞ്ഞ നിറത്തിലുമുള്ള ഒരു നൈറ്റ് ഗൗണാണ് അവൾ രാത്രി ധരിച്ചതെന്നും അലീന വെളിപ്പെടുത്തി. വരാന്തകളും വീട്ടുവളപ്പിലും ഷെഡുകൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തും ഗാരേജിലും അവൾ ഷെറിനെ തിരഞ്ഞു നടന്നു. ഒടുവിൽ കിച്ചൻ്റെ സ്റ്റോർ റൂമിൽ നിന്ന് അവളെ കണ്ടെത്തുകയും ചെയ്തു. അവൾ അലീനയോട് പിണങ്ങിപ്പോയതായിരുന്നു. അവൾ എപ്പോഴോ ഉണർന്നു നോക്കിയപ്പോൾ അലീന സുഖമായി ഉറങ്ങുന്നത് കണ്ട് പരിഭ്രമിച്ചു മുറിവിട്ടിറങ്ങി. അലീന ഷെറിനെ സമാധാനിപ്പിച്ച് മുറിയിലേക്ക് തിരികെ കൊണ്ടുവന്നു. ബൈജു 4 ദിവസത്തോളം പനിച്ചു കിടന്നു. ചില ദിവസങ്ങളിൽ ഷെറിൻ ആഹാരമോ വെള്ളമോ കഴിക്കാതെ ആരോടും സംസാരിക്കാതെ ലോകത്തോട് മുഴുവൻ പിണങ്ങിയിരുന്ന് കളയും. ഇത്തരത്തിലുള്ള ചെറിയ ചില മാനസിക തകരാറുകൾ മാത്രമേ ഷെറിൻ പ്രകടിപ്പിച്ചിരുന്നുള്ളൂ. അവരുടെ മാറ്റം ശ്രദ്ധേയമായിരുന്നു. ആദുക്കുട്ടിച്ചായൻ തന്നെ അത് സമ്മതിച്ചു. ഒരു ദിവസം ടി വിയിൽ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഷെറിൻ പെട്ടെന്ന് TV ഓഫ് ചെയ്തു. അനാഥാലയത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ശിശുവിൻ്റെ നിസ്സഹായതത്വം അനാഥരുടെ ജീവിതത്തിൻ്റെ ശോചനീയാവസ്ഥയുമായിരുന്നു ആ സിനിമയുടെ കഥാസാരം. അതെന്താ ആൻറ്റി നിർത്തിയത്? നല്ല സിനിമയായിരുന്നല്ലേ? എനിക്ക് കാണണ്ട, എനിക്ക് കാണാൻ വയ്യ. ഷെറിൻ കട്ടിലിൽ കയറി കിടന്നു. സിനിമകളിൽ പോലും അവൾക്ക് അനാഥ കുഞ്ഞുങ്ങളോടുള്ള മുഖം കാണാനുള്ള കരുത്തില്ല. ഓഫനേജ് എന്ന ബോർഡ് കാണുമ്പോൾ തന്നെ നെഞ്ചിലൊരു കൊള്ളിയാൻ കത്തിപ്പുളയും. അത് സിനിമയല്ലേ ആൻറ്റി? ആ കുട്ടികളൊക്കെ അഭിനയിക്കാൻ വന്നവരല്ലേ? അവർക്കെല്ലാം അച്ഛനും അമ്മയും വലിയ വീടുകളും ഉണ്ടാകും. അലീന അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാലും എനിക്കത് കാണണ്ട. എനിക്ക് എൻ്റെ മോളെ ഓർമ്മ വരും. എനിക്ക് സഹിക്കാനാവില്ല. ഹൃദയവിധിയോടെ ഷെറിൻ പറഞ്ഞു. ആൻറ്റിയുടെ മോളിപ്പോൾ അനാഥാലയത്തിലില്ലല്ലോ. ആരോ ദത്തെടുത്തോണ്ട് പോയില്ലേ? ഓഫനേജിലെ സിസ്റ്റേഴ്സ് പോലും പറഞ്ഞത്. അത് ശരിയാണ്. ആർക്കറിയാം? എനിക്ക് വിശ്വാസമില്ല, ഷെറിൻ പറഞ്ഞു. വല്യപ്പച്ചനും അതുതന്നെയല്ലേ പറഞ്ഞത്? അലീന ചോദിച്ചു. എല്ലാവരും കള്ളം പറയും. എൻ്റെ മോൾ മരിച്ചുപോയെന്ന അപ്പച്ചൻ പറഞ്ഞത്, ഷെറിൻ കുറ്റപ്പെടുത്തി. മോളെ കാണാൻ ഓഫനേജിൽ പോകുമ്പോൾ അവളോട് പറഞ്ഞു കൊടുത്തില്ലായിരുന്നു അവളുടെ സ്വന്തം അമ്മയാണെന്ന്? അവൾ അമ്മയെന്ന് വിളിച്ചിരുന്നില്ലേ? എനിക്കെൻ്റെ മോളെ കാണാൻ മാത്രമേ അനുവാദമുണ്ടായിരുന്നുള്ളൂ. ആദ്യം കണ്ടത് മുതൽ അവസാനമായി കണ്ടതുവരെ ഓരോന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. ആദ്യം ഞാൻ കാണുമ്പം അവളൊരു തൊട്ടിലിൽ കിടന്ന് ഉറങ്ങുകയാ. ഒരു കന്യാസ്ത്രീ തൊട്ടിൽ വിടർത്തി പിടിച്ചു എന്നോട് പറഞ്ഞു ശബ്ദമുണ്ടാക്കരുതെന്ന്. ഉണർന്നാൽ കുറേ നേരം കരയുമെന്നും പറഞ്ഞു. ഞാൻ എൻ്റെ മോളെ കണ്ടു. മോളെ എന്ന് അറിയാതെ പതിയെ വിളിച്ചുപോയി. അവളത് കേട്ടെന്ന് എനിക്ക് തോന്നി. ഒരു പതുങ്ങിയ ചിരി. ഉറക്കത്തിലാ. എനിക്ക് കരച്ചിൽ വന്നു. അപ്പോഴേക്കും കന്യാസ്ത്രീ തൊട്ടിൽ വിടർത്തി പിടിച്ചെന്ന് വിട്ടു. കണ്ടത് മതിയെന്ന് പറഞ്ഞു. ഷെറിൻ്റെ തൊണ്ടയിടറി. അവളുടെ കൺപീലികൾ നനഞ്ഞു. അലീനയ്ക്ക് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. അവൾ ഇത്തരം രംഗങ്ങൾക്ക് ദൃക്സാക്ഷിയായി നിന്നിട്ടുണ്ട്. എനിക്കിവിടുന്ന് പോരാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നു. എൻ്റെ മോള് കരഞ്ഞെങ്കിൽ ഒന്ന് എടുക്കാമല്ലോ. അവളൊന്ന് കരയണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും അപ്പച്ചൻ വന്നു. പറഞ്ഞു പോകാമെന്ന്. എൻ്റെ ദൈവമേ, അന്ന് തോന്നിയ വിഷമം. ഷെറിൻ വിതുമ്പിക്കൊണ്ട് കണ്ണ് രണ്ടും തുടച്ചു. തിരിച്ചു ചെന്നപ്പോൾ ഞാൻ കാറിലിരുന്ന് കരഞ്ഞു. അപ്പച്ചൻ എന്നെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അതൊന്നും എൻ്റെ ചെവിയിലോട്ട് കയറിയത് പോലുമില്ല. എൻ്റെ മോളുടെ മുഖമായിരുന്നു മനസ്സ് നിറയെ. ഞാൻ എത്ര രാത്രി ഉറങ്ങാതെ കരഞ്ഞു. പിന്നെയും ഞാൻ പലവട്ടം കണ്ടു. ഒരു തവണ ഞാൻ ചെല്ലുമ്പോൾ അവൾ കമിഴ്ന്നു കിടക്കുകയായിരുന്നു. ആളനക്കം കൊണ്ട് അവൾ കൈകൾ നിലത്തൂന്നി തല പൊക്കി നോക്കി. ആരൊക്കെയോ വന്നിരിക്കുന്നതെന്ന് ഞാൻ കാണാൻ. ഞാൻ എടുക്കാൻ ചെന്നപ്പോഴേക്കും അപ്പച്ചൻ കയ്യിൽ കയറി പിടിച്ചു. അവൾ ഞങ്ങളെ മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. ഗദ്ഗതത്തിൽ വാക്കുകൾ ചുരുങ്ങി. അവൾ നിർത്തി. അലീന അവളുടെ തോളത്ത് തഴുകി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പിന്നീടൊരിക്കൽ ഞാൻ ചെന്നപ്പോൾ അവൾ മുട്ടിന്മേൽ നീന്തുന്നുണ്ട്. നിലത്ത് കാൽമുട്ടിടിപ്പിച്ച് നല്ല വേഗത്തിൽ അവൾ
പാതി വഴി വരെ വന്നു. അവിടെ സംശയിച്ചിരുന്നു. ഞങ്ങളെ നോക്കി. അടുത്തേക്ക് വരാൻ വേണ്ടി ഞാൻ കൈ നീട്ടി. അവൾക്ക് എന്നെ പരിചയമില്ല. ഒരു തേങ്ങലിൽ അല്പസമയം പതറിയിരുന്നിട്ട് നിർമിഴികളോടെ അവൾ തുടർന്നു. എൻ്റെ മോൾക്ക് ഒരു മുട്ടായി കൊടുക്കാൻ പോലും അനുവാദമില്ലായിരുന്നു. ഞാൻ അപ്പച്ചനോട് വഴക്കുണ്ടാക്കി ബേക്കറിയിൽ നിന്ന് ചോക്ലേറ്റും പലഹാരങ്ങളും ഒക്കെ വാങ്ങിപ്പിക്കും. അപ്പച്ചൻ ചോദിക്കും, ഇതൊന്നും നിൻ്റെ കൊച്ചിന് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന്. പിന്നെ എന്തിനാണ് 100 മിഠായി ഇടുമ്പോൾ അതിൽ നിന്ന് ഒരു മിഠായെങ്കിലും എൻ്റെ കുഞ്ഞിന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പതിവ് മാത്രം ഒരിക്കലും മുടക്കിയിട്ടില്ല. ആൻറ്റിയുടെ മോൾക്ക് തീർച്ചയായും അതിൽ ഒരു പങ്ക് കിട്ടിയിട്ടുണ്ട്, അലീന ആശ്വസിപ്പിച്ചു. കല്യാണത്തിന് മുമ്പാണ് ഞാൻ അവസാനമായിട്ട് എൻ്റെ മോളെ കണ്ടത്. ഞാൻ ചെല്ലുമ്പോൾ അനാഥക്കുട്ടികളെല്ലാം അത്താഴത്തിന് ഇരുത്തിരിക്കുകയാണ്. നിലത്ത് ഒറ്റ ലൈനായിട്ടിരിക്കുന്നവരുടെ ഇടയിൽ എൻ്റെ മോൾ. അവളുടെ മുമ്പിൽ ഒരു സ്റ്റീൽ പാത്രം. ഒരു കന്യാസ്ത്രീ പാത്രത്തിൽ ചൂട് കഞ്ഞി കോരി ഒഴിക്കുന്നുണ്ട്. എൻ്റെ മോൾ അത് നോക്കിയിരിക്കുക. എൻ്റെ മോളുടെ മുമ്പിലും അവരെത്തി. അവളുടെ പാത്രത്തിലും കഞ്ഞി കോരിയിട്ടു. കുറച്ച് പയറുതോരനുമുണ്ട്. അവൾക്ക് സന്തോഷമായി. വിളമ്പിക്കൊടുത്ത കന്യാസ്ത്രീയെ നോക്കി അവൾ ചിരിച്ചു. എന്നിട്ട് കുഞ്ഞു കൈകൊണ്ട് വാരി കഴിക്കാൻ തുടങ്ങി. ആ കാഴ്ച എനിക്ക് മറക്കാൻ പറ്റത്തില്ല, എൻ്റെ മരണം വരെ. ഷെറിൻ ഏങ്ങലടിച്ചു. സാരമില്ല, നമുക്ക് അവളെ തിരിച്ചു കിട്ടും. അങ്ങനെ വിശ്വസിക്ക്. 2 വയസ്സുവരെ വളർത്തിയ കുഞ്ഞിൻ്റെ ജീവൻ ആരെങ്കിലും മനഃപൂർവ്വം നശിപ്പിക്കുമോ? അതിന് അനാഥാലയം നടത്തുന്നവർ കൂട്ടുനിൽക്കുമോ? ഒരിക്കലുമില്ല. അവൾ ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. അലീന സ്വാതന്ത്ര്യ വാക്കുകൾ കൊണ്ട് അവളുടെ വിശ്വാസത്തെ ദൃഢീകരിക്കാൻ ശ്രമിച്ചു. അപ്പച്ചൻ പറഞ്ഞ പോലെ എന്തെങ്കിലും രോഗം വന്ന് അതെനിക്ക് ഓർക്കാൻ വയ്യ. അവളില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? എല്ലാം ശരിയാകും, ഞാനില്ലേ കൂടെ. അലീന അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നു. എനിക്കെൻ്റെ മോളെ കിട്ടിയുമില്ല. വേറൊരാളിൻ്റെ ജീവിതം ഞാൻ കാരണം തകരുകയും ചെയ്തു. ഷെറിൻ വിലപിച്ചു. ആരുടെ ജീവിതം? ടോണിച്ചായൻ്റെ ജീവിതം. ആൻറ്റി എന്തിനാ അങ്ങനൊരു കല്യാണത്തിന് സമ്മതിച്ചത്? എനിക്ക് വേറൊരു നിവൃത്തിയുമില്ലായിരുന്നു. കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും എൻ്റെ മകളെ കാണിച്ചു തരില്ലെന്ന് പറഞ്ഞു. നിന്റെ കുഞ്ഞിനെ വളർത്തുന്ന പോലെ തന്നെ ഇല്ലാതാക്കാനും ഞങ്ങൾക്ക് പറ്റും എന്ന് ഔസേപ്പച്ചൻ പറഞ്ഞപ്പോൾ പേടിച്ചു സമ്മതിച്ചതാ. ടോണിച്ചായൻ എങ്ങനെയുള്ള ആളായിരുന്നു? ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നോട്. കല്യാണം കഴിഞ്ഞ് എന്നെ കുവൈറ്റിലോട്ട് കൊണ്ടുപോയി. ഞാനും പുറമേ വലിയ സന്തോഷമൊക്കെ ഭാവിച്ചെങ്കിലും ഒറ്റയ്ക്കാകുമ്പോൾ വല്ലാത്ത പേടിയാ. ആ പാവത്തിനെ ചതിക്കുകയാണല്ലോ എന്ന് ഓർക്കുമ്പം നെഞ്ചുപിടയും. ഞാൻ കുളിമുറിയിൽ പോയി വാതിലടച്ചിരുന്ന് കരയും. ഒരു വശത്ത് ടോണിച്ചായനെ വഞ്ചിച്ചല്ലോ എന്നുള്ള ഒരു വിഷമം, മറുവശത്ത് എൻ്റെ മോളൊരു അനാഥാലയത്തിൽ ഒരു പാത്രം കഞ്ഞിക്ക് വേണ്ടി അനാഥക്കുട്ടികളുടെ ഇടയിൽ ഇരിക്കുകയാണല്ലോ എന്നുള്ളൊരു വേദന. എനിക്കറിയാം, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ ഏതാഗ്രഹവും സാധിച്ചു തരാൻ ടോണിച്ചായൻ ഒരുക്കമായിരുന്നു. എന്നോട് എപ്പോഴും പരാതി പറയും, നീ എന്തുകൊണ്ടാണ് മോളെ ഒന്നും ചോദിക്കാത്തതെന്ന്. ഞാനൊരാവശ്യവും പറഞ്ഞിട്ടില്ല. എന്നെക്കൊണ്ട് കഴിയുന്ന പോലൊക്കെ സ്നേഹിച്ചു. സ്നേഹത്തിൽ പൊതിഞ്ഞു കൊടുക്കുന്ന വഞ്ചനയാണെന്നറിയാം. എന്നാലും അതെങ്കിലും ഞാൻ ചെയ്യണ്ടേ? മോളെ കാണാതെ 1.5 വർഷം ഞാൻ എങ്ങനെയോ പിടിച്ചു നിന്നു. ടോണിച്ചായൻ്റെ കൂടെ നാട്ടിൽ വന്നാൽ മോളെ സൗകര്യമായി കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതി ഞാനില്ലാത്ത ഒരു സുഖത്തിൻ്റെ പേരും പറഞ്ഞ് നേരത്തെ നാട്ടിലെത്തി. അപ്പോഴാണ് അറിഞ്ഞത് അവളെ ആരോ അഡോപ്റ്റ് ചെയ്തെന്നും. പിന്നെ അസുഖം പിടിച്ച് വിശ്വാസം വരാതെ ഞാൻ ഓഫ്ലൈനിൽ ചെന്ന് അന്വേഷിച്ചു. ബാക്കിയെല്ലാം എനിക്കറിയാം. അലീന പറഞ്ഞു. ഞാൻ അനുഭവിച്ച മനോവേദന എത്രയെന്ന് അറിയില്ലല്ലോ. ടോണിച്ചായൻ അവധിക്കെത്തിയപ്പോൾ തന്നെ ഞാൻ ആകെ മാറിപ്പോയി. എനിക്ക് ആ കൂടെ പോകണമെന്നോ ഒന്നിച്ച് ജീവിക്കണമെന്നോ ആശയില്ല. മരിച്ചാൽ മതി. എന്നിട്ടും അവധി കഴിഞ്ഞ് ടോണിച്ചായൻ പോയപ്പോൾ എനിക്ക് കൂടെ പോകേണ്ടി വന്നു. എനിക്കെന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ ടോണിച്ചായനോട് പറഞ്ഞുവെന്ന പിന്നീട് അറിഞ്ഞത്. ടോണിച്ചായൻ എന്നെയും കൂട്ടി പുനലൂരിലെത്തി. അപ്പച്ചനോടും ആങ്ങളമാരോടും കാര്യമെന്താണെന്ന് അന്വേഷിച്ചു. ടോണിച്ചായൻ്റെ അടുത്ത് നുണ പറഞ്ഞിട്ടൊന്നും ഫലമില്ലായിരുന്നു. ഒടുവിൽ അവർക്ക് സത്യം തുറന്നു പറയേണ്ടി വന്നു. ടോണിച്ചായൻ പിന്നീട് ഒരിക്കലും എന്നെ കാണാൻ വന്നില്ല. ഷെറിൻ ദീർഘനിശ്വാസമെടുത്തു. അല്പസമയം മിണ്ടാതെ കിടന്നു. ടോണിച്ചായനെ വഞ്ചിക്കേണ്ടി വരില്ലല്ലോ. ടോണിച്ചായൻ ചെറുപ്പമാ, കാണാനും നല്ലയാളാ, സ്വഭാവം വളരെ നല്ലതാ. വേറൊരു കല്യാണം കഴിച്ച് ജീവിച്ചോട്ടെ. ടോണിച്ചായൻ എന്നെ ഉപേക്ഷിച്ചതോർത്ത് എനിക്ക് ഒരു വിഷമവും ഇല്ല. പാവം, രക്ഷപ്പെട്ടു പോയിക്കോട്ടെ. അല്ലെങ്കിലും എന്നെ ഓർത്ത് എനിക്ക് ഒരു വിഷമവും ഇല്ല. എൻ്റെ മോളാ, എൻ്റെ കണ്ണീര്. ഷെറിൻ്റെ സ്വരം കണ്ണീരിൽ അലിഞ്ഞു താണു. അലീന പിന്നെ ഒന്നും മിണ്ടിയില്ല. പാവം ഉറങ്ങട്ടെ എന്ന് കരുതി തലോടിക്കൊണ്ട് കിടന്നു. ഞായറാഴ്ച ഉച്ച തിരിഞ്ഞ് 3 മണിയാകുന്നതേ ഉള്ളൂ. അലീനയും സ്റ്റാൻലിയും നായ്ക്കളുടെ കൂടെ സമീപമായിരുന്നു. താഴെ റോഡിൽ നിന്ന് കാറിൻ്റെ ഹോൺ ശബ്ദം കേട്ട് അലീന പാഞ്ഞു. ആരാ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ? ഇങ്ങോട്ടാവണമെന്നില്ല, അപ്പുറത്തോട്ടും റോഡുണ്ടല്ലോ, സ്റ്റാൻലി പറഞ്ഞു. പക്ഷെ കാർ കയറ്റം കയറുന്ന ഇരമ്പൽ അലീന തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഇങ്ങോട്ട് തന്നെയാ തീർച്ച, അവൾ പറഞ്ഞു. അവൾ നോക്കി നിൽക്കെ ഒരു കാർ വീട്ടുവളപ്പിലേക്ക് മെല്ലെ വന്നു നിന്നു.